നീക്കിയിരിപ്പ് സ്വർണം വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിൽ പരിഗണിച്ചത് വീഴ്ചയെന്ന് സമ്മതിച്ച് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു. ഇമെയിൽ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും എൻ വാസു ന്യായീകരിച്ചു. അന്വേഷണത്തിലൂടെ സത്യം പുറത്തുവരുമെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പ്രതികരണം. ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിലാണ് പാളികൾക്ക് പൂശിയതിനു ശേഷം ബാക്കി സ്വർണമുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സമ്മതിക്കുന്നതിന്റെ തെളിവായി ഇമെയിൽ കോപ്പി സമർപ്പിക്കുന്നത്. ആ സ്വർണം ഒരു പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാൻ അനുമതി തേടിയാണ് ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസുവിന് പോറ്റി മെയിൽ അയച്ചത്. അത് തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ളവർക്ക് എൻ വാസു കൈമാറിയതിലാണ് വിവാദം. ഇത് ദേവസ്വത്തിന്റെ സ്വർണമെന്ന് അന്നൊരു വ്യാഖ്യാനം വരുന്നില്ല. ദേവസ്വത്തിന്റെ സ്വർണമായിട്ട് വന്നെങ്കിൽ മാത്രമേ ഒരു സംശയത്തിന്റെ കാര്യം വരുന്നുള്ളൂ. ഇത് അയാള് ഒരാവശ്യത്തിന് വാങ്ങിയ സ്വർണത്തിൽ കുറെ ബാക്കി വരുന്നു. ഇതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കട്ടെ എന്നതാണ് നിലവിലെ പ്രസിഡന്റിന്റെ നിലപാട്. ഭഗവാന്റെ സ്വർണമായാലും എന്തായാലും അതാര് കട്ടിട്ടുണ്ടോ അവരെല്ലാം പിടിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥരിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണം എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. എൻ വാസു പറയുന്നത് പോലെയാണെങ്കിൽ പോറ്റിയുടെ സ്വർണം മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുമതി തേടേണ്ട കാര്യമില്ലല്ലോ എന്നതാണ് ഉയരുന്ന ചോദ്യം. തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ്, റിപ്പോർട്ടർ.